മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിനെയും PSG ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പയെയും മറികടന്നാണ് അർജന്റൈൻ ഫുട്ബോൾ ഇതിഹാസമായ മെസ്സി ഒരിക്കൽ കൂടി ഫിഫ ബെസ്റ്റ് പുരസ്കാരം സ്വന്തമാക്കിയത്. മാധ്യമപ്രതിനിധികൾ, ദേശീയ ടീം പരിശീലകർ, ദേശീയ ടീം ക്യാപ്റ്റന്മാർ, ആരാധകരിൽ നിന്നുള്ള പ്രതിനിധികൾ ചെയ്യുന്ന വോട്ടിങ്ങിലൂടെയാണ് ഫിഫ ബെസ്റ്റ് ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിനായുള്ള മത്സരത്തിൽ 35 പോയിന്റോടെ കിലിയൻ എംബാപ്പെ 3-ാം സ്ഥാനത്തെത്തി. എന്നാൽ 1ഉം 2ഉം സ്ഥാനക്കാരായ മെസ്സിക്കും ഹാളണ്ടിനും 48 പോയിന്റ് വീതം ലഭിച്ചു. ഒരേ പോയിന്റ് വന്നിട്ടും ഹാളണ്ടിനെ തഴഞ്ഞ് മെസ്സിക്ക് അവാർഡ് നൽകിയത് എന്തുകൊണ്ടാണെന്നാൽ ഫിഫയുടെ നിയമം പറയുന്നത് ഇങ്ങനെയാണ്. മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കറേക്കാൾ കൂടുതൽ ദേശീയ ടീം ക്യാപ്റ്റന്മാരുടെ വോട്ട് ലയണൽ മെസ്സിക്ക് ലഭിച്ചതിനാലാണ് അദ്ദേഹം പുരസ്കാരത്തിന് അർഹനായത്. ഫിഫയുടെ നിയമങ്ങൾ അനുസരിച്ച് ഓരോ അവാർഡിനും ടൈ ബ്രേക്കർ വിഭാഗത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 12 പ്രകാരം 1-ാം സ്ഥാനത്തിനായുള്ള ഒരു സമനിലയിൽ ആർട്ടിക്കിൾ 10 പ്രകാരമുള്ള നോമിനിയുടെ സ്വന്തം ഗ്രൂപ്പ് വോട്ടർമാർ രേഖപ്പെടുത്തിയ വോട്ടുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ 5 പോയിന്റ് സ്കോർ നേടിയ കളിക്കാരനോ പരിശീലകനോ ഗോൾ കീപ്പറോ പ്രസക്തമായ അവാർഡിൻ്റെ വിജയിയാകും. അതായത് പുരുഷ കളിക്കാർക്ക് പുരുഷ ദേശീയ ടീം ക്യാപ്റ്റന്മാരുടെ വോട്ടുകൾ, പുരുഷ പരിശീലകർക്ക് പുരുഷ ദേശീയ ടീം പരിശീലകരുടെ വോട്ടുകൾ, പുരുഷ ഗോൾ കീപ്പർമാർക്ക് പുരുഷ ദേശീയ ടീം ക്യാപ്റ്റന്മാരുടെ വോട്ടുകൾ, വനിതാ കളിക്കാർക്ക് വനിതാ ദേശീയ ടീം ക്യാപ്റ്റന്മാരുടെ വോട്ടുകൾ, വനിതാ കോച്ചുകൾക്ക് വനിതാ ദേശീയ ടീം പരിശീലകരുടെ വോട്ടുകൾ, വനിതാ ഗോൾ കീപ്പർക്ക് വനിതാ ദേശീയ ടീം ക്യാപ്റ്റന്മാരുടെ വോട്ടുകൾ എന്നിങ്ങനെ. ദേശീയ ക്യാപ്റ്റന്മാരുടെ വോട്ടിങ്ങിൽ മെസ്സിക്ക് 13 പോയിന്റ് ലഭിച്ചപ്പോൾ ഹാളണ്ടിന് ലഭിച്ചത് 11 പോയിന്റാണ്. കോച്ചുമാരുടെ വോട്ടിങ്ങിൽ മെസ്സിക്ക് 11 ലഭിച്ചപ്പോൾ ഹാളണ്ടിന് ലഭിച്ചത് 13 പോയിന്റ്. മീഡിയ പ്രതിനിധികളുടെ വോട്ടിങ്ങിൽ മെസ്സിക്ക് 11 പോയിന്റ് ലഭിച്ചപ്പോൾ ഹാളണ്ടിന് ലഭിച്ചത് 13 പോയിന്റ്. ആരാധക പ്രതിനിധികളിൽ 13 പോയിന്റ് മെസ്സിക്ക് ലഭിച്ചപ്പോൾ 11 പോയിന്റ് ഹാളണ്ടിന് ലഭിച്ചു. 2019-ലും 2022-ലും ജേതാവായ മെസ്സിയുടെ 3-ാം ഫിഫ ബെസ്റ്റ് പുരസ്കാരമാണിത്. മെസ്സി പുരസ്കാരദാന ചടങ്ങിന് എത്തിയിരുന്നില്ല. പുരസ്കാരത്തിനായി പരിഗണിച്ച കാലയളവിൽ PSG-ക്കൊപ്പം ലീഗ് 1 കിരീട നേട്ടവും ഇന്റർ മയാമിക്കൊപ്പമുള്ള ലീഗ്സ് കപ്പ് വിജയവുമാണ് മെസ്സിക്കുള്ളത്. അതേസമയം പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, FA കപ്പ് കിരീടങ്ങൾ നേടിയെടുക്കാൻ സിറ്റിയെ സഹായിച്ചത് ഹാളണ്ടാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.